എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എന്താണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ്. സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. ഇതിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കുറച്ച് പോർഷൻ വരെയാണ് പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ എന്താണ് പഠിച്ചതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം, മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്കാണ് എന്നുള്ള പോർഷനാണ് ഫസ്റ്റ് പഠിച്ചത്. അതിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ക്യാപിറ്റലിസം എന്നാണ്. എന്താണ് എല്ലാവരും പഠിച്ചു കാണുമെന്ന് തന്നെ കരുതുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, വാട്ട് ഈസ് ക്യാപിറ്റലിസം? എന്തായിരുന്നു ക്യാപിറ്റലിസം? The economic system in which production and distribution are controlled by the capitalist with the aim to increase profit is known as capitalism. What is capitalism? പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൂട്ടി, അതായത് പ്രോഫിറ്റ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനുകളെ, പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും ക്യാപിറ്റലിസ്റ്റുമാർ കൺട്രോൾഡ് ചെയ്ത് കൊണ്ടുവന്ന, നിയന്ത്രിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു നമ്മൾ ക്യാപിറ്റലിസം എന്ന് പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇത് കോളനൈസേഷനിലേക്കായിരുന്നു. എന്തായിരുന്നു കോളനൈസേഷൻ? The European had already established a trade relationship with Asian, African and Latin American nation. യൂറോപ്യന്മാർ മുൻപേ തന്നെ ട്രേഡ് റിലേഷൻ, വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആരെല്ലാമായിട്ടാണ്? ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങളെ സ്ഥാപിച്ചിരുന്നു യൂറോപ്യന്മാർ. Using political power and military force, the European countries economically exploited these nations. അതായത് രാഷ്ട്രീയപരവും സൈനികപരവുമായിട്ടുള്ള ശക്തികളെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ഈ രാജ്യങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അതിനുശേഷം അവർ യൂറോപ്യൻ കൺട്രീസിനെ കോളനികളായി തീർന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ പഠിച്ച പേരായിരുന്നു കോളനൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റലിസം, നെക്സ്റ്റ് വന്നിട്ട് കോളനൈസേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ പഠിച്ചതാണ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം എന്തായിരുന്നു? ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ്, മൂലധനത്തിൻ്റെ ഒഴുക്കിനെ ആയിരുന്നു, കോളനികളിലുണ്ടായിരുന്ന മൂലധനത്തിൻ്റെ ഒഴുക്കിനെ ആയിരുന്നു നമ്മൾ ഇമ്പീരിയലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. കോളനിയിലേക്കുള്ള അതായത് ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ഒഴുക്കിനെ നമ്മൾ ഇമ്പീരിയലിസം എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനികളെ അഫക്റ്റ് ചെയ്തത് എന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ പ്രധാന ഭാഗമായിട്ടുള്ള വേൾഡ് വാറിലേക്കാണ്. ഫസ്റ്റ് വേൾഡ് വാറിലേക്കാണ്. ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുമ്പോഴത്തേക്കും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടായ യുദ്ധങ്ങളും നമ്മൾ പഠിച്ചു. അതിനുശേഷം അവിടെ രണ്ട് സഖ്യങ്ങൾ രൂപപ്പെട്ടു. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റയും മിലിറ്ററി അലയൻസ്, അങ്ങനെ രണ്ട് സഖ്യങ്ങൾ അവിടെ രൂപീകൃതമായി. ഇതിനെപ്പറ്റി പഠിച്ചിരുന്നു. ട്രിപ്പിൾ അലയൻസിൽ 3 രാജ്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ ട്രിപ്പിൾ എൻറ്റയിൽ 3 രാജ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു. പാൻ സ്ലേവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്, അതുവരെ നമ്മൾ പഠിച്ചു. റിവഞ്ച് മൂവ്മെൻറ്റ് വരെ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചത് ഇമ്പീരിയലിസ്റ്റ് റിവൽറി ഡ്രോവ് ദ യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ് എമംഗ് വിച്ച് ദ മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ദ ബാൽക്കൻ ക്രൈസിസ് ആർ കൺസിഡേർഡ് ടു ബി ദ ഇമ്പോർട്ടൻറ്റ്. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ്, യൂറോപ്യൻ രാജ്യങ്ങളെ പലതരം പ്രതിസന്ധികളിലേക്ക് നയിക്കുകയുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട 2 ക്രൈസിസ് ആയിരുന്നു, പ്രതിസന്ധി ആയിരുന്നു. എന്തൊക്കെ? മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു മൊറോക്കൻ ക്രൈസിസ്, എന്തായിരുന്നു ബാൽക്കൻ ക്രൈസിസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മൊറോക്കൻ ക്രൈസിസ്. A secret treaty was signed between Britain and France in 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. According to this, Britain recognized the claim of France over Morocco. അക്കോർഡിംഗ് ടു ദിസ്, ഇതുപ്രകാരം 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ റിക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. മൊറോക്കോയിൽ മേലുണ്ടായിരുന്ന ഫ്രാൻസിൻ്റെ ആധിപത്യത്തെ ആരംഗീകരിച്ചു? ബ്രിട്ടൻ അംഗീകരിച്ചു. മൊറോക്കോയുടെ മേൽ ഫ്രാൻസിനുണ്ടായിരുന്ന ആധിപത്യത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. The French claim over Morocco was opposed by Germany, which sent battleship to the Moroccan port Agadir. പക്ഷേ ജർമ്മനി ഇതിനെ എതിർക്കുകയും
ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധക്കപ്പലുകളെ അന്നത്തെ മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായി. France agreed to transfer a part of French Congo to Germany and Germany agreed to concede Morocco to France in return. ഈ സമയത്ത് എന്ത് ചെയ്തു? ജർമ്മനി യുദ്ധക്കപ്പലുകളെ അയക്കുകയുണ്ടായി. ഈ സമയത്ത് ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രാൻസ് സമ്മതിച്ചു ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രാൻസ് agreed to transfer a part of French Congo. ഫ്രഞ്ച് കോങ്കോയുടെ കുറച്ചു ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ജർമ്മനി എന്ത് ചെയ്തു? ജർമ്മനി അഗ്രീഡ് ടു കോൺസെഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. ജർമ്മനി ആ സമയത്ത് മൊറോക്കോ ഫ്രാൻസിന് കൊടുക്കാമെന്നും സമ്മതിക്കുകയുണ്ടായി. ഒന്നുകൂടെ പറയുന്നു, ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രഞ്ച് കോങ്കോയുടെ കുറച്ച് ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ജർമ്മനി അഗ്രി ചെയ്തു ടു കോൺസിഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. മൊറോക്കോ ഫ്രാൻസിന് റിട്ടേൺ ആയിട്ട് കൊടുക്കാം എന്ന് സമ്മതിക്കുകയുണ്ടായി. ദസ് ദ പ്രോബ്ലം വാസ് സോൾവ്ഡ് ടെമ്പറലി. അത് താൽക്കാലികമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവന്നു. ഹവർ എന്നിരുന്നാലും ദ റിവൽറി കണ്ടിന്യൂഡ്. എങ്കിലും എന്ത് ചെയ്തു? റിവൽറി മീൻസ് ശത്രുത. അവരോടുണ്ടായിരുന്ന ശത്രുത അവിടെ കൂടിക്കൊണ്ടേയിരുന്നു. അത് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അതിനൊരു കുറവും ഉണ്ടായില്ല. ഇതാണ് നമ്മൾ പഠിച്ച ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസിൽ മൊറോക്കൻ ക്രൈസിസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വാട്ട് ഈസ് മൊറോക്കൻ ക്രൈസിസ് എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. അക്കോർഡിംഗ് ടു ദസ് ബ്രിട്ടൻ റിക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. ഈ ഉടമ്പടി പ്രകാരം മൊറോക്കോയിൽ മേൽ ഫ്രാൻസിനുണ്ടായിരുന്ന ആധിപത്യത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ എന്ത് ചെയ്തു? ജർമ്മനി ഇത് അംഗീകരിക്കാതിരിക്കുകയും തുടർന്ന് യുദ്ധക്കപ്പലുകളെ അന്നത്തെ മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായി. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രാൻസ് എന്ത് ചെയ്തു? ഫ്രാൻസ് എഗ്രി ചെയ്തു, സമ്മതിച്ചു. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രഞ്ച് കോങ്കോയുടെ കുറച്ച് ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ജർമ്മനി അഗ്രീഡ് ടു കോൺസിഡ് മൊറോക്കോ ഇൻ ഫ്രാൻസ് ഇൻ റിട്ടേൺ. ജർമ്മനി ഈ സമയത്ത് എന്ത് ചെയ്തു? മൊറോക്കോ ടു ഫ്രാൻസ്. മൊറോക്കോ ഫ്രാൻസിന് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ദസ് ദ പ്രോബ്ലം വാസ് സോൾവ്ഡ് ടെമ്പറലി. അതെന്ത്? താൽക്കാലികമായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ താൽക്കാലികമായിട്ട് സോൾവ് ചെയ്തു. ഹവർ ദേ റിവൽറി കണ്ടിന്യൂഡ്. എന്നിരുന്നാലും അവരുടെ ശത്രുത അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് മൊറോക്കൻ ക്രൈസിസ്. മൊറോക്കൻ ക്രൈസിസ് പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ബാൽക്കൻ ക്രൈസിസ് ആണ്. വാട്ട് ഈസ് ബാൽക്കൻ ക്രൈസിസ്? എന്ത്? ദ ബാൽക്കൻ റീജിയൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദ ഈജിയൻ സീ ആൻഡ് ദ ബ്ലാക്ക് സീ. ഗ്രീസിന്റെ കിഴക്കുഭാഗത്തായി ഈജിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിലായിട്ടാണ് ബാൽക്കൻ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോമാൻ എംപയർ. ഇത് ഓട്ടോമാൻ വംശജരുടെ, ഓട്ടോമാൻകാരുടെ ഒരു ഭാഗമായിരുന്നു. ഓട്ടോമാൻ എംപയറുടെ, ഓട്ടോമാൻ രാജവംശക്കാരുടെ ഒരു ഭാഗമായിരുന്നു. ഇൻ 1912 ബാൽക്കൻ ലീഗ് ഡിഫീറ്റഡ് ടർക്കി. 1912 ബാൽക്കൻ ലീഗ്, ബാൽക്കൻ സഖ്യം ടർക്കിയെ പരാജയപ്പെടുത്തി. ഇൻ 1912 ബാൽക്കൻ ലീഗ് ഡിഫീറ്റഡ് ടർക്കി. എന്താണ് പറയുന്നത്? 1912 ബാൽക്കൻ സഖ്യക്കാർ ടർക്കിയെ തോൽപ്പിച്ചു. ഈ ബാൽക്കൻ ലീഗിൽ വരുന്ന രാജ്യങ്ങളുടെ പേരാണ് ആ ബ്രാക്കറ്റിൽ പറയുന്നത്. ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മൊണ്ടനെഗ്രോ. ഇത് ഇത്രയുമാണ് ബാൽക്കൻ ലീഗിൽ വരുന്ന, ബാൽക്കൻ സഖ്യത്തിൽ വരുന്ന രാജ്യങ്ങളെയാണ് ആ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. However, എന്നിരുന്നാലും the conflict among the allied nations in sharing the benefit of war led to the break of the league and resulted in wars among them. എന്നിരുന്നാലും യുദ്ധത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർക്കിടയിൽ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്തു. ഇതാണ് ബാൽക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് മെയിൻ പാർട്ടിലേക്കാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. When Austria laid its claim over the Balkan region with the support of Germany, Serbia claimed this region with the support of Russia. ഇവിടെ പറയുന്നത് ഈ സമയത്ത് അപ്പോൾ ഓസ്ട്രിയ ലെയ്ഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ദ ബാൽക്കൻ റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ സപ്പോർട്ടോടു കൂടി ബാൽക്കൻ റീജിയണിലെ ആധിപത്യം
ഓസ്ട്രിയ സ്ഥാപിച്ചെടുത്തു. അതുപോലെ തന്നെ സെർബിയ ക്ലെയിംഡ് ദിസ് റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റഷ്യ. സെർബിയ റഷ്യയുടെ സപ്പോർട്ടോടുകൂടി ബാൾക്കൻ റീജിയനിൽ ആധിപത്യം സ്ഥാപിച്ചു. ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഓസ്ട്രിയ ജർമ്മനിയുടെ സഹായത്തോടുകൂടി ബാൾക്കൻ റീജിയനിൽ ആധിപത്യം സ്ഥാപിച്ചു. സെർബിയ റഷ്യയുടെ സഹായത്തോടുകൂടി ബാൾക്കൻ റീജിയനിൽ ആധിപത്യം സ്ഥാപിച്ചു. During this time, a Serbian youth Gavrilo Princip assassinated Francis Ferdinand, the heir of the throne of Austria, at the Bosnian capital Sarajevo in July 1914. ഈ സമയത്ത് 1914 അന്നത്തെ ആസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയന്റെ തലസ്ഥാനമായ സർജാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗവേറിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നു. ഇത്രയേ ഉള്ളൂ. അന്ന് ബോസ്നിയന്റെ തലസ്ഥാനമായ 1914 ബോസ്നിയന്റെ തലസ്ഥാനമായ സർജാവോയിൽ വെച്ച് ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയയിലെ യുവാവായിരുന്ന ഗവേർലിയോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നു. Austria held Serbia responsible for it and declared war on Serbia on 28th July 1914. ഈ സമയത്ത് എന്ത് ചെയ്തു? ഓസ്ട്രിയ പറഞ്ഞു സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്നും അതുകൊണ്ട് തന്നെ ആ സമയത്ത് 1914 സെർബിയക്കെതിരെ 1914 ജൂലൈ 28 സെർബിയക്കെതിരെ ആസ്ട്രിയ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദ അലൈഡ് നേഷൻ റഷ്ഡ് ടു ദ ഹെൽപ്പ് ദെയർ അലൈസ്. ഈ സമയത്ത് എന്ത് ചെയ്തു? സഖ്യരാഷ്ട്രങ്ങളെല്ലാം തന്നെ റഷ്ഡ് ടു ഹെൽപ്പ് ദെയർ അലൈസ്, അവരുടെ ചേരി രാഷ്ട്രങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വന്നു. ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വെയർ ഇൻവോൾവ്ഡ് ഇറ്റ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മിക്ക രാഷ്ട്രങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. Therefore this war is known as the First World War. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. When Austria laid its claim over the Balkan region with the support of Germany, Serbia claimed this region with the support of Russia. റഷ്യയുടെ സഹായത്തോടുകൂടി സെർബിയ ബാൽക്കൻ റീജിയനിൽ ആധിപത്യം സ്ഥാപിക്കുകയും ജർമ്മനിയുടെ സഹായത്തോടുകൂടി ഓസ്ട്രിയ ബാൽക്കൻ റീജിയനിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്ത് 1914 ജൂലൈ മാസത്തിൽ ബോസ്നിയയുടെ തലസ്ഥാനമായ സെർജാവോയിൽ വെച്ച് ആസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അന്നത്തെ സെർബിയയുടെ യുവാവായിരുന്ന ഗവേർലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ആസ്ട്രിയ പറഞ്ഞു ഇതിന് കാരണം സെർബിയ തന്നെയാണ് ഇതിന് ഉത്തരവാദിയെന്നും അതുകൊണ്ട് തന്നെ ആസ്ട്രിയ 1914 ജൂലൈ 28 സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്ത് സഖ്യരാഷ്ട്രങ്ങളെല്ലാം തന്നെ അവരുടെ സഖ്യരാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും മിക്ക രാഷ്ട്രങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഇനി നമുക്ക് നോക്കാം 34th പേജാണ്. എന്താണ് യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത് നോക്കാം. ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ, യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? യുദ്ധത്തിന്റെ ഫലങ്ങൾ ദ ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1918. അതായത് 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതോ 1918. അപ്പോൾ 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നിലനിന്നത്. ഇനി അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമായിരുന്നു നോക്കാം. ഫസ്റ്റ് വേൾഡ് വാർ എൻഡഡ് ഇൻ 1918. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് അക്രോസ് ദ വേൾഡ്. ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഓവർ 10 മില്യൺ പീപ്പിൾ ലോസ്റ്റ് ദെയർ ലിവ്സ് ഓർ വെയർ ഇഞ്ചേർഡ് ഇൻ ദ വാർ. ദശലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ മരിക്കുകയും അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെ കൃഷി, വ്യവസായം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയെല്ലാം നശിച്ചു. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നാണയപ്പെരുപ്പവും വർദ്ധിച്ചു. എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. എന്താണ്?
സാമ്പത്തിക മേധാവിത്വം, യൂറോപ്പിലെ സാമ്പത്തിക മേധാവിത്വം കുറഞ്ഞു. ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലിബറേഷൻ മൂവ്മെന്റ് ശക്തിപ്പെട്ടു. ഇൻ എ ബിറ്റ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. കുറച്ചെങ്കിലും സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. ലീഗ് ഓഫ് നേഷൻ രൂപം കൊണ്ടു. ഇത് ഇത്രയുമായിരുന്നു നമ്മുടെ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ അനന്തരഫലങ്ങൾ. അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും മുറിവ് പറ്റുകയും ചെയ്തിട്ടുണ്ടായി. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നശിച്ചു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്പിലെ സാമ്പത്തിക മേധാവിത്വം കുറഞ്ഞു. ലിബറേഷൻ മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലിബറേഷൻ മൂവ്മെന്റ് സ്ട്രെങ്തൻഡായി, ശക്തിപ്പെട്ടു. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. നെക്സ്റ്റ് എന്താണ്? പീസ് എഫേർട്സ് മീൻസ് സമാധാന ശ്രമങ്ങൾ. ഇനി അവിടെ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒന്ന് ഏകോപിപ്പിച്ച് സമാധാനത്തിൽ കൊണ്ടുവരാൻ എന്താണ് അവിടെ ചെയ്തതെന്ന് നോക്കാം. പീസ് എഫേർട്സ്. എ പീസ് കോൺഫറൻസ് വാസ് convened at Paris in 1919 to discuss the post-war situation under the leadership of the winning allies Britain and France. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ അന്ന് എന്ത് ചെയ്തു? അവിടെ ഒരു 1919 പാരീസിൽ ഒരു സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. എന്താണ് പറയുന്നത്? 1919 പാരീസിൽ ഒരു സമാധാന സമ്മേളനം വിളിച്ചുകൂട്ടി. അതായത് എന്തിനാണ്? ആരൊക്കെയാണ്? യുദ്ധത്തിൽ ജയിച്ച രാജ്യക്കാരായ ബ്രിട്ടനും ഫ്രാൻസിൻ്റെ ലീഡർഷിപ്പോടുകൂടി, വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ലീഡർഷിപ്പോടുകൂടി പാരീസിൽ 1919 യുദ്ധത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഒരു സമാധാന സമ്മേളനം പാരീസിൽ വിളിച്ചുകൂട്ടുകയുണ്ടായി. ദേ സൈൻഡ് ഡിഫറെൻറ്റ് ട്രീറ്റീസ് വിത്ത് ദ ഡിഫീറ്റഡ് നേഷൻസ്. അപ്പോൾ അവർ എന്ത് ചെയ്തു? പരാജയപ്പെട്ട രാജ്യങ്ങളുമായിട്ട് വ്യത്യസ്തങ്ങളായ കരാറുകളിൽ ഒപ്പിട്ടു. എമംഗ് ദീസ് ട്രീറ്റീസ്, ദ വാഴ്സലേ ട്രീറ്റി സൈൻഡ് വിത്ത് ജർമ്മനി ഇൻ 1919 വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റി ആയിരുന്നു ജർമ്മനിയുമായി ഒപ്പിട്ട 1919 ജർമ്മനിയുമായി ഒപ്പിട്ട വെഴ്സലീസ് ട്രീറ്റി, അതായത് വേഴ്സായ് സന്ധി was the most important. According to this treaty, ഈ സന്ധി പ്രകാരം ജർമ്മൻ കോളനീസ് were divided among the victorious powers and Germany was forced to pay huge amount as a war indemnity. എന്ത് ചെയ്തു? ഈ സമയം അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഈ സന്ധി പ്രകാരം ജർമ്മൻ കോളനീസ് വേർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ്. സഖ്യകക്ഷികൾക്ക് എന്ത് ചെയ്തു? കോളനികളെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, വിഭജിച്ചു കൊടുത്തു. ആൻഡ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം എന്ന രീതിയിൽ ജർമ്മനി എന്ത് ചെയ്തു? വലിയ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി, വലിയൊരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വന്നു. ദ അലൈസ് ഒക്കുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ സമ്പന്നമായ ഖനികളെല്ലാം ഈ കക്ഷികൾ പിടിച്ചെടുത്തു. എബോ ആൾ, ഇത് കൂടാതെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൂടാതെ, വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. യുദ്ധക്കുറ്റം ചുമത്തുകയും, വാർ ഗിൽറ്റ് മീൻസ് യുദ്ധക്കുറ്റം ചുമത്തുകയും, വാസ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. ജർമ്മനിയുടെ മേൽ യുദ്ധക്കുറ്റം ചുമത്തുകയും അതുപോലെ തന്നെ ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. പീസ് എഫേർട്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് 1919 പാരീസിൽ അന്നത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടനെയും ഫ്രാൻസിൻ്റെയും ലീഡർഷിപ്പോടുകൂടി അന്നത്തെ യുദ്ധാനന്തര സാഹചര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സമാധാന പീസ് കോൺഫറൻസ്, സമാധാന സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. എന്നാണ് 1919 പാരീസിൽ. ഈ സമയത്ത് ഇവരെന്താണ് അന്നത്തെ പരാജയപ്പെട്ട രാജ്യങ്ങളുമായി അവർ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വേഴ്സായ് സന്ധി എന്നറിയപ്പെടുന്ന 1919 ജർമ്മനിയുമായി ഒപ്പിട്ട വേഴ്സായ് സന്ധി. ഈ സന്ധി പ്രകാരം ജർമ്മൻ കോളനിയെ വാസ് ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ് ആൻഡ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഓഫ് ഇൻഡെംനിറ്റി. യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായിട്ട് വലിയൊരു തുക കൊടുക്കേണ്ടതായിട്ടും വന്നു. അതുപോലെ തന്നെ കോളനികളെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു.
ദ അലൈസ് ഒക്കുപ്പൈഡ്, അതുപോലെ തന്നെ ജർമ്മനിയിലെ ദ അലൈസ് ഒക്കുപ്പൈഡ്, അവിടുത്തെ സഖ്യകക്ഷികളെല്ലാം തന്നെ ജർമ്മനിയിലെ നല്ല റിച്ച് ആയിട്ടുള്ള ഖനികളെല്ലാം പിടിച്ചെടുത്തു. എബോൾ ഇതെല്ലാം കൂടാതെ അവരെന്ത് ചെയ്തു, ജർമ്മനിയുടെ മേൽ യുദ്ധക്കുറ്റം ചുമത്തുകയും അവരെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇതാണ് പീസ് എഫേർട്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഓർമ്മിക്കുന്നത് എന്താണ്, വേഴ്സായി സന്ധി, വേഴ്സലീസ് ട്രീറ്റി. അതെന്നാണെന്ന് ഓർമ്മിക്കുക, 1919 സ്ഥലം പാരീസാണ്. 1919 പാരീസിലാണ് വേഴ്സല്ലാസ് ട്രീറ്റി ചെയ്തത്, വേഴ്സായി ഉടമ്പടി ഒപ്പിട്ടത്. നെക്സ്റ്റ് എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം. എക്കണോമിക് ഡിപ്രഷൻ. The United States of America was not affected by the war. United States of America ഈ സമയത്ത് എന്ത് ചെയ്തു, യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. Hence, the European nations managed to get loans from the USA. എങ്കിലും എന്ത് ചെയ്തു, യൂറോപ്യൻ രാജ്യങ്ങൾ USA-യിൽ നിന്ന് ലോണുകൾ, വായ്പകൾ എടുത്തിരുന്നു. കോൺസിക്വൻ്റ്ലി ഇതിൻ്റെ ഫലമായി അമേരിക്കൻ ഡോളർ ഓവർടുക്ക് ബ്രിട്ടീഷ് പൗണ്ട് ആസ് പെർ ദ ബേസിസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിംഗ്. ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പൗണ്ടിന് പകരമായി അമേരിക്കൻ ഡോളറായി മാറുകയുണ്ടായി. അതായത് ആഗോള വിനിമയത്തിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പൗണ്ടിന് പകരമായിട്ട് അമേരിക്കൻ ഡോളർ മാറിത്തീർന്നു. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായി ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എമർജ്ഡ് എ ന്യൂ എക്കണോമിക് പവർ ഔട്ട്സൈഡ് യൂറോപ്പ്. ഇതിൻ്റെ ഫലമായി ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എമർജ്ഡ് എ ന്യൂ എക്കണോമിക് പവർ, ഒരു പുതിയ സാമ്പത്തിക ശക്തി യുറോപ്പിന് വെളിയിൽ കൊണ്ടുവരികയും ചെയ്തു. എന്താണ് പറയുന്നത്, ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക യുദ്ധം അഫക്റ്റ് ചെയ്തിരുന്നില്ല. എങ്കിലും യൂറോപ്യൻ നാഷൻസ് അവരിൽ നിന്നും വായ്പകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി എന്ത് ചെയ്തു, ആഗോള വിനിമയ നിരക്കിൽ ബ്രിട്ടീഷ് പൗണ്ടിന് പകരമായിട്ട് അമേരിക്കൻ ഡോളറായി പിന്തള്ളപ്പെട്ടു. ബ്രിട്ടീഷ് പൗണ്ട് പിന്തള്ളപ്പെടുകയും അവിടെ എന്ത് ചെയ്തു, അമേരിക്കൻ ഡോളർ വരികയും ചെയ്തു. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായി ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എമർജ്ഡ് ആസ് എ ന്യൂ എക്കണോമിക് പവർ ഔട്ട്സൈഡ് യൂറോപ്പ്. ഇതിൻ്റെ ഫലമായി ശക്തമായിട്ടുള്ള ഒരു എക്കണോമിക് പവർ യൂറോപ്പിന് വെളിയിൽ ഉണ്ടാവുകയും ചെയ്തു. നെക്സ്റ്റ്, ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. എങ്കിലും എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ USA ഇത്തരത്തിലുള്ള സാമ്പത്തിക വളർച്ച അധികകാലം നീണ്ടു നിന്നിരുന്നില്ല. The world was thrown into economic crisis in 1929, which originated in the USA. The world was thrown into economic crisis in 1929. 1929 ലോകത്തെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം വിച്ച് ഒറിജിനേറ്റഡ് ഇൻ USA. ആരംഭിച്ചത് എവിടെയായിരുന്നു? 1929 ലോകത്തെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം എവിടെയാണ് ആരംഭിച്ചത്? USA-യിലായിരുന്നു ആരംഭിച്ചത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് എക്കണോമിക് ഡിപ്രഷൻ. ഈ സാമ്പത്തിക മാന്ദ്യതയുടെ എന്തെല്ലാമായിരുന്നു അനന്തരഫലങ്ങൾ എന്നാണ് പറയുന്നത്. പീപ്പിൾ ഹു ബിക്കെയിം പാപ്പർ ബിക്കോസ് ഓഫ് ദ വാർ കുഡ് നോട്ട് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആളുകൾ പാപ്പരായി തീരുകയും അതുപോലെ തന്നെ അവർക്ക് കമ്മോഡിറ്റീസ് ഒന്നും സാധനങ്ങളൊന്നും കുഡ് നോട്ട് അഫോർഡ്, സാധനങ്ങളുടെ വിലകളോ അല്ലെങ്കിൽ സാധനങ്ങളെ വാങ്ങിക്കുന്നതിനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെ വിറ്റഴിക്കാൻ പറ്റാതെ ഫാക്ടറികളിൽ സൂക്ഷിക്കേണ്ടി വന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെപ്റ്റ് ടു ദ USA. യൂറോപ്യൻ നേഷൻ എന്ത് ചെയ്തു? USA-യിൽ നിന്ന് നമ്മൾ ലോണുകൾ വാങ്ങിച്ചിരുന്നു, വായ്പകൾ എടുത്തിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊന്നും കൊടുത്തു തീർക്കാൻ അവരെ കൊണ്ട് പറ്റാതെ അവർ കടത്തിൽ മുങ്ങുകയുണ്ടായി. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകളെല്ലാം തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. എന്താണ്? ഇൻഫ്ലേഷൻ അവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമായി തീർന്നു. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. എന്ത് ചെയ്തു? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുകയും ചെയ്തു. ഇതാണ് എക്കണോമിക് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ എക്കണോമിക് ഡിപ്രഷൻ്റെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തെല്ലാമായിരുന്നു? യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? യുദ്ധത്തിന് ശേഷം ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്തു? പാപ്പരായി തീരുകയും അവർക്ക് കമ്മോഡിറ്റി സാധനങ്ങളെ ഒന്നും വാങ്ങുന്നതിനുള്ള കഴിവില്ലാതായി തീരുകയും ചെയ്തു. ഫാക്ടറികളിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ അവിടെ സൂക്ഷിക്കേണ്ടി വന്നു. യൂറോപ്യൻ നേഷൻസ് USA-യിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് എടുത്തിരുന്ന ലോണുകൾ
അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ കടത്തിലാവുകയും ചെയ്തു. ബാങ്കുകളെല്ലാം തന്നെ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോൾ. ഇൻഫ്ലേഷൻ എന്ത് ചെയ്തു? നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് എന്ത് പറയുന്നത്? ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ഡിപ്രഷൻ. ടു ഓവർകം ദീസ് ക്രൈസിസ്, അതായത് എക്കണോമിക് ഡിപ്രഷനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ദ യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദ കോളനി. കോളനികളിൽ ഈ എക്കണോമിക് ഡിപ്രഷനെ, സാമ്പത്തിക തകർച്ചയെ തരണം ചെയ്യുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു തന്ത്രമായിരുന്നു ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദ കോളനി. കോളനികളിൽ ഉയർന്ന തരത്തിലുള്ള ടാക്സ്, നികുതി ചുമത്തുക എന്നുള്ളത്. Therefore, the economic crisis of imperialist nation became burden to the colony. ഇത് കോളനിക്കാർക്ക് എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള നികുതികൾ ഏർപ്പെടുത്തിയത് അവിടെ എന്ത് ചെയ്തു? സാമ്പത്തിക ഇമ്പീരിയലിസ്റ്റ് നേഷൻ ബിക്കം ബർഡൻ ടു ദ കോളനീസ്. കോളനികൾക്ക് വളരെയധികം ഭാരമായി തീരുകയും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാസിസവും നാസിസവുമാണ്. ഫാസിസവും നാസിസവും എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും നന്നായിട്ട് കാണുക. ക്ലാസ് കാണാത്തവർ ദയവായി എൻ്റെ ക്ലാസ്സുകൾ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.